നമസ്കാരം, മദർ ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി ഈ ചിങ്ങമാസം നിങ്ങൾക്ക് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളിലേക്ക് കടന്നു വരുന്ന ബ്ലെസ്സിങ് എന്താണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ഓക്കെ, അപ്പം ചിങ്ങമാസം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് ആദ്യം വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റിന്റെ കാർഡാണ്. ഒരു ഹീലിംഗിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ചില ഉയർത്തെഴുന്നേൽപ്പിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ സാമ്പത്തികമായോ റിലേഷൻ സംബന്ധമായോ ജോലി സംബന്ധമായോ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. അതല്ല എങ്കിൽ നിങ്ങൾക്കുള്ള ചില സാധ്യതകൾ പൂർണ്ണമായും അവസാനിച്ച അവസ്ഥകളായിരിക്കാം. മുന്നോട്ട് എങ്ങനെ പോകും എന്നറിയാതെ ഏകദേശം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഒരു കല്ലറയ്ക്കുള്ളിൽ ആയതുപോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ പ്രപഞ്ചത്തിന്റെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ വിളി കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ ചിങ്ങമാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു തുടക്കത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അവസാനിച്ചു എന്ന് വിചാരിച്ച സാഹചര്യങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ നോസ്. ഓക്കെ, ദ 5 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഒരു വിജയത്തോടു കൂടിയാണ് അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ നോസ്. 2 ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കാതെ, ആക്ഷൻ ഒന്നും എടുക്കാൻ സാധിക്കാതെ നിശ്ചലമായിരിക്കുന്ന ചില കാര്യങ്ങൾ, മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് യാതൊരു വ്യക്തതയും ഇല്ലാത്ത ചില കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തീരുമാനം നിങ്ങൾക്ക് കടന്നു വരുന്നു. അത് ഇൻഡ്യൂഷനിലൂടെയാണ് കടന്നു വരുന്നത്. 6 ഓഫ് സോഡിന്റെ എനർജി, മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ റീബർത്ത് ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, കടൽ കടന്നു പോകുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായ ചില സമ്മർദ്ദങ്ങളിൽ തന്നെ നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ നിങ്ങൾ ആയിപ്പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ജോലി സംബന്ധമായി വിദേശത്തേക്ക് കടന്നു പോകാനോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് കടന്നു വരാനോ സാധിക്കാതെ വളരെ സ്ട്രഗിൾ അനുഭവിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന് പ്രപഞ്ചം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. 9 ഓഫ് പെന്റിക്കിളിന്റെ എനർജി കടന്നു വരുന്നു. സാമ്പത്തിക ഗ്രോത്ത്, സ്റ്റെബിലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ഗ്രോത്ത്, സാമ്പത്തിക ഗ്രോത്ത് കടന്നു വരുന്നു. ഫെർട്ടിലിറ്റി, കുട്ടികൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതായിട്ടുള്ള ചില വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനോ ഉള്ള അനുഗ്രഹം പ്രപഞ്ചം നിങ്ങളിലേക്ക് കടത്തിവിടുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ നോസ്. പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ്. എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഫാമിലിയുടെ സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുമൊത്തുള്ള ഒരു ഹാപ്പി ആയിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് മനസ്സിൽ പ്രപഞ്ചത്തിലേക്ക് സറണ്ടർ ചെയ്തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ഒരു പൂർണ്ണ സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ എടുത്തുചാട്ടം, ആവശ്യമില്ലാത്ത ചിന്തകൾ, ചില വ്യക്തികളുടെ ചതി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. 7 ഓഫ് സോഡിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, 2 ഓഫ് സോഡിന്റെ എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് തീരുമാനമെടുക്കാൻ സാധിക്കാതിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പവർ ആയിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ പ്രപഞ്ചം നൽകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം പലപ്പോഴും പല രീതിയിലേക്ക് മാറിപ്പോകുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല അതിന്റെ എൻഡിങ്ങിലേക്ക് എത്തുമ്പോൾ അതിന് സംഭവിക്കുന്നത്. ഇപ്പൊ കൃത്യമായി പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് കൃത്യമായി ഇൻഡ്യൂഷൻ നൽകിക്കൊണ്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ, ഒരു ഹീലിംഗിന്റെ എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ജഡ്ജ്മെന്റിന്റെ എനർജിയാണ് കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ, പേജ് ഓഫ് സോഡിന്റെ എനർജി, പലപ്പോഴും പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ നിങ്ങൾക്ക് പലതും ബ്ലോക്കായി പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ പ്രപഞ്ചം നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഒരുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. 9 ഓഫ് കപ്പിന്റെ എനർജി, ഒരു പൂർണ്ണതയിലേക്ക് എത്തുവാൻ, നിങ്ങളുടെ സന്തോഷത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. 5 ഓഫ് വാണ്ടിന്റെ എനർജി, 5 ഓഫ് വാണ്ട്, നിങ്ങളുടെ എനർജി പല കാര്യങ്ങളിൽ നിങ്ങളുടെ എനർജി ഛിന്ന ഭിന്നമായി പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളുകളെ ഒന്നും സെറ്റ് ചെയ്യാൻ സാധിക്കാതെ പല രീതിയിൽ നിങ്ങളുടെ എനർജി സ്പ്രെഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് അതിനൊരു ഏകീകരണ എനർജി കടത്തിവിടുന്നു എന്നുള്ളതാണ്. കിങ് ഓഫ് കപ്പിന്റെ എനർജി, തീർച്ചയായിട്ടും നിങ്ങളുടെ മാനസിക അവസ്ഥയ്ക്ക് നല്ല ഒരു മാറ്റം കടന്നു വരുന്നു എന്നുള്ളതാണ്. 10 ഓഫ് സോഡിന്റെ എനർജി, നിങ്ങളുടെ നിരാശ മാറുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ഒരു മാസമാണ് ഈ മാസം എന്ന് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണ് എന്നുള്ള ചോദ്യം ദ എംപററും ദ സ്ട്രെങ്ത്തിന്റെ കാർഡുമാണ് വന്നിരിക്കുന്നത്. 4 നമ്പറും 8 നമ്പറും. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും നിങ്ങൾ ഭയപ്പെടുന്ന എന്ത് തന്നെയാണെങ്കിലും അതിന് നമ്മൾ ചില കാര്യങ്ങൾക്ക് ക്ഷമ എന്നുള്ളത് ഏറ്റവും നല്ല ഒരു മെഡിസിൻ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയപ്പെടുന്ന എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അത് ക്ഷമയോടുകൂടി അതിനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഭയപ്പെടുന്നതായിട്ടുള്ള യാതൊരു കാര്യവും തന്നെ നിങ്ങളെ തകർക്കില്ല, കീഴ്പ്പെടുത്തില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അത് സാമ്പത്തികമാകാം, റിലേഷൻ ആകാം. പക്ഷെ അതിന്
പ്രത്യേകം വേണ്ടത് ക്ഷമയും ദയയുമാണ് ഉണ്ടാകേണ്ടത്. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. 8 നമ്പറാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വളഞ്ഞ വഴി പിടിക്കാൻ ശ്രമിക്കരുത്. ശനിയുടെ എനർജിയാണ്. അതുകൊണ്ട് തന്നെ നേരെ വാ നേരെ പോ എന്നുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇവിടെ വിജയം നൽകാൻ സാധിക്കുകയുള്ളൂ. ഇത് എംപററിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. എടുത്തുചാട്ടമോ ദേഷ്യമോ കൊണ്ട് നമുക്കൊന്നും തന്നെ നേരിട്ട് എടുക്കുവാൻ സാധിക്കില്ല. ഒരു പക്ഷെ നമ്മൾ ദേഷ്യപ്പെട്ട് ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുമായിരിക്കാം. അതിന് പകരം നിങ്ങളുടെ അറിവിനെ, നിങ്ങളുടെ ജീവിത അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പ്രപഞ്ചം പറയുന്നത്. നിങ്ങളുടെ ദേഷ്യത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കുക, എടുത്തുചാട്ടത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള കാര്യമായി പറയുന്നത്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ് സ്ട്രെങ്തിന്റെ കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, 6 ഓഫ് പെന്റിക്കിളിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 2 കാർഡുണ്ട്. ഇവിടെ 7 ഓഫ് പെന്റിക്കിൾ. ഓക്കെ, ഇവിടെ കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. 7 ഓഫ് പെന്റിക്കിൾ എന്ന് പറയുമ്പോൾ വെയിറ്റിംഗ് ആണ്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി എഫോർട്ട് ഇട്ടതിന് ശേഷം, ഒരു കർഷകൻ തന്റെ ജീവിതത്തിന്റെ ഒരു നല്ല സമയം ഈ ഭൂമിയിലേക്ക് താൻ എഫോർട്ട് ഇട്ടതിന്റെ ഫലം നമുക്ക് കിട്ടുന്നത് അപ്പോഴും തന്നെ കിട്ടത്തില്ല. ഇന്ന് മാനിഫെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് തന്നെ കിട്ടത്തില്ല. ഓക്കെ, ആ മാനിഫെസ്റ്റിന് ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് ആ കാര്യം വന്നു ചേരും. ഓക്കെ, 21 ദിവസം ഞാൻ ഇത് ചെയ്യാൻ പറഞ്ഞു, ഓക്കെ ഞാൻ ഇത് ചെയ്തു, എനിക്കത് സംഭവിച്ചില്ല, എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ള ചോദ്യത്തിലല്ല നിൽക്കേണ്ടത്. എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അത് താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ടൈമിൽ മാത്രമാണ് നമുക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഒരു കുഞ്ഞ് നമുക്ക് ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു വ്യക്തി, അവർക്ക് കുഞ്ഞിന്റെ മുഖം ഇപ്പൊ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് ഇത് ഓപ്പറേഷൻ ചെയ്തെങ്കിലും പുറത്തെടുക്കും, എനിക്ക് കുഞ്ഞിനെ ഇപ്പൊ വേണം എന്ന് പറഞ്ഞ് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കുഞ്ഞിനെ ജീവനോടെ കിട്ടുമോ? അല്ലെങ്കിൽ അതിന്റെ ഒരു പൂർണ്ണതയിൽ നിന്ന് നമുക്ക് ആ കുഞ്ഞിനെ കിട്ടുമോ? ഇല്ല, കിട്ടത്തില്ല. അപ്പം ആ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഡെലിവറി ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു സമയമുണ്ട്. ആ സമയം വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. അഥവാ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് അവിടെ എന്തൊക്കെയോ പ്രോബ്ലം ആയിരിക്കുന്നു, എന്തൊക്കെ തടസ്സങ്ങളായിരിക്കുന്നു. ആ തടസ്സങ്ങൾ നീക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ കാര്യം വന്നു ചേരും എന്നുള്ളത് തന്നെയാണ് 6 ഓഫ് പെന്റിക്കിൾ പറയുന്നത്. ഓക്കെ, സ്ട്രെങ്തിന്റെ കാർഡിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നതാണ്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ് ക്ഷമയാണ് ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് കാണിക്കുന്നത്. എംപററിന്റെ കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. അതും അത് തന്നെയാണ്, ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന അതേ മീനിങ് തന്നെയാണ് എംപററിന്റെ കാർഡിലും കാണിക്കുന്നത്. നമ്മൾ വാശി പിടിച്ചത് കൊണ്ടോ ദേഷ്യപ്പെട്ടത് കൊണ്ടോ യുദ്ധം ചെയ്തത് കൊണ്ടോ ആ കാര്യം നമുക്ക് പൂർണ്ണതയിൽ കിട്ടാൻ പോകുന്നില്ല. പൂർണ്ണത ഇല്ല വേണ്ടെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സിസേറിയൻ ചെയ്യോ, എനിക്ക് എന്റെ കുഞ്ഞിന്റെ മുഖം കാണണം എന്ന് പറഞ്ഞേക്കാം, കുഞ്ഞിനെ പുറത്തെടുക്കാം. കൊച്ചിന്റെ മുഖം കണ്ടു, കൊച്ചു ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ അതിന് വളരാനുള്ള സാധ്യതയുണ്ടോ, അതിന്റെ ആരോഗ്യമൊക്കെയാണോ എന്നൊന്നും നമുക്ക് നെവർ മൈൻഡ് ആണെങ്കിൽ നമുക്ക് അപ്പോഴും തന്നെ ഓപ്പറേഷൻ ചെയ്ത് കാണാം. പക്ഷേ ഇല്ല, എന്റെ ജീവിത അവസാനം വരെയും എനിക്ക് അതൊരു ബ്ലെസ്സിങ് ആയി എന്റെ ലൈഫിൽ ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ക്ഷമയോടുകൂടി കാത്തിരിക്കും. ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വാശി പിടിക്കുകയോ ചെയ്യാതെ യൂണിവേഴ്സിന്റെ ടൈമിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. നമ്മളുടെ മനസ്സിനെ ഡബിൾ എനർജി കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണം. പെട്ടെന്ന് നടന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളതിൽ വയലന്റ് ആകുകയും അല്ലെങ്കിൽ അതിനെ നെഗറ്റീവായി പറയുകയും ഒക്കെ നമ്മൾ ചെയ്യും. എന്താ വെച്ചാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡബിളിന്റെ എനർജിയാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ ഭൂമിക്ക് തുല്യമാണ്. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നമ്മളുടെ ശരീരം ഒരു ഭൂമിക്ക് തുല്യമാണ്. എന്തും അഫർമേഷൻ ചെയ്തെടുക്കുവാനുള്ള ഒരു ശക്തി ഓരോ വ്യക്തികളുടെ ഉള്ളിലും ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കുക. അതില്ലാതെ വരുമ്പോഴാണ് ഇതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് മാത്രമാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലാത്തത് വിട്ടുകളയുക. നമുക്കൊരു യെസ് നോ കാർഡ് എടുക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരിക, പ്രാർത്ഥിക്കുക. ഞാൻ 3 വട്ടം ആ കാര്യത്തെ പറയുക. ഓക്കെ, പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കാര്യം സാധ്യമാകുമോ? ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. 1ാമത്തെ കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് സമയമെടുക്കും, തീർച്ചയായിട്ടും നടക്കും. ഇപ്പോൾ നിലവിൽ അതിനൊരു സ്റ്റക്നെസ് വന്നിരിക്കുന്നു. കാരണം ഓവർ തിങ്കിങ്, മറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ തകർക്കാൻ തന്നെ നമ്മളിപ്പോൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി നെഗറ്റീവ് ഊർജം തന്നെയുണ്ട്. അത് ചില വ്യക്തികളായിരിക്കാം, വ്യക്തികളുടെ ചിന്തകളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം നമ്മളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ നിർത്തിയിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന, ദൈവാധീനം കൊണ്ട് ആ അന്ധകാരം ഇങ്ങനെ പതുക്കെ മാറി മാറി വരികയാണ്. അപ്പൊ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങളിലേക്ക് തന്നെ വന്ന് എത്തും. പക്ഷേ അതിന് നിങ്ങൾ യൂണിവേഴ്സിന് ടൈം കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു അന്ധകാരം, ഈ ബ്ലാക്ക്നെസ് പകുതി ഇങ്ങനെ മാറി മാറി വരുന്നത് കണ്ടില്ലേ? അപ്പൊ ടൈം കൊടുക്കുക, തീർച്ചയായിട്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാണും. ഇത് തന്നെയാണ്
നമ്മൾ ഫസ്റ്റ് റീഡിംഗ് എടുത്തപ്പോൾ വന്ന ജഡ്ജ്മെന്റിന്റെ കാർഡ് വന്നിരിക്കുന്നത്. ആ കാർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് കല്ലറയിൽ നിന്നും കാഹളനാദം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടുള്ള ആത്മാക്കളെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം ചില കാര്യങ്ങൾ അവസാനിച്ചു പോയി, നടക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇപ്പോഴെങ്കിൽ തീർച്ചയായിട്ടും ഈ റീഡിംഗ് നിങ്ങളുടേത് തന്നെയാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കും. ഒരു ഹീലിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം നിലവിൽ അതിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണതയിലേക്ക് എത്തും. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദീനോസ്. 10 ഓഫ് സോഡിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ദ ഫൂളിന്റെ കാർഡാണ്. ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 0 എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സിമ്പലാണ്. ഓക്കെ, അത് ശൂന്യതയിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ഒരു പക്ഷേ ഒരു എൻഡിങ് പോയിന്റിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇനി മുന്നോട്ട് എന്താണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഓക്കെ, മുന്നോട്ടുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു വ്യക്തതയും നിങ്ങൾക്കില്ല എങ്കിൽ പോലും പ്രപഞ്ചത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് കാലെടുത്ത് വെക്കാം. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തത്, ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രകളിൽ തടസ്സങ്ങളൊന്നും കൂടാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങളെ സഹായിക്കും. നമ്മൾ എടുത്തു ചാടി തീരുമാനം എടുക്കുന്നതിന് പകരം ആലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ 8 ഓഫ് പെന്റിക്കിളിന്റെ എനർജിയാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം തീർച്ചയായിട്ടും സാധിക്കും. അതിന് നിങ്ങൾ പ്രവർത്തനം ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയും നമ്മൾ ഒരു പ്രവർത്തനത്തിലേക്ക് കടന്നു പോകാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം എത്തുന്നതിന് ലേറ്റ് ആകും. ഇപ്പം ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കയ്യിൽ പണമൊന്നുമില്ല, അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളൊന്നും തന്നെ ആയിട്ടില്ല. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കൃത്യമായി ജോലിക്ക് പോകണം. അതിനുള്ള സാമ്പത്തിക സേവിങ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. കൂടാതെ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് വരേണ്ടത്? എനിക്ക് വീടുണ്ടാകണം അങ്ങനെയല്ല പറയേണ്ടത്. നമ്മൾ വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ റോഡിൽ പോകുന്ന സമയത്ത് ആ വീടിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ ബാൽക്കണി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അത് എത്ര രൂപയാകും, അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു കാൽക്കുലേഷൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഊടിലും ഉറക്കത്തിലും ഒക്കെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കണം. അപ്പം പ്രപഞ്ചം നമ്മൾ എന്താണോ തേടുന്നത് അതിലേക്ക് നമ്മളുടെ ജീവിതത്തെ ചേർത്ത് കൊണ്ടുവരും. അപ്പൊ അവസരങ്ങൾ നമുക്ക് വേണ്ടി ഓപ്പൺ ആകും. അതുവരെ ഇല്ലാത്ത ചില ജോലികൾ നിങ്ങളിലേക്ക് കടന്നു വരും. അതുവരെ ഇല്ലാതിരുന്ന ചില ഓഫറുകൾ നിങ്ങളിലേക്ക് കടന്നു വരും. അപ്പൊ സാമ്പത്തിക ഗ്രോത്തിനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലാതെ നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴും നമുക്ക് ലോട്ടറി അടിച്ച് നമ്മളിപ്പം വീട് വെക്കാൻ പോകുന്നു അങ്ങനെയെന്നുള്ള ഒരു എളുപ്പ വഴിയെക്കുറിച്ച് ചിന്തിക്കരുത്. കാരണം ശനി ഒരിക്കലും എളുപ്പ വഴിയിലുള്ള ഒരു വ്യക്തിയല്ല. നീതിക്കും ന്യായത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നാണ്. നമ്മളുടെ ജീവിതത്തിൽ അവസരങ്ങൾ കടന്നു വരണം. ഓക്കെ, നമ്മൾ ലോട്ടറി ആശ്രയിച്ചിട്ടല്ല നിൽക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ കടന്നു വരാനും ഞാൻ അധ്വാനിക്കുന്ന പണം എനിക്ക് ഏറ്റവും കൃത്യമായി പ്രയോഗിക്കപ്പെടുവാനും സാധിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. നമുക്ക് കിട്ടുന്ന പണം നമ്മൾ രോഗങ്ങൾക്ക് വേണ്ടി എക്സ്പെൻസ് ചെയ്യരുത്. ഓക്കെ, ഒരിക്കലും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണത്തിൽ നിന്നും ആദ്യം ദൈവത്തിന് എന്ന് പറഞ്ഞ് 1 രൂപ, നമുക്കിപ്പോൾ 100 രൂപ മാറ്റാനില്ല എങ്കിലും 1 രൂപ അത് മാറ്റിവെക്കുക. അത് നിങ്ങൾക്ക് അമ്പലത്തിലോ പള്ളിയിലോ ഇടണമെന്ന് തന്നെ ഇല്ല. നിങ്ങൾക്ക് അതിന് അർഹതപ്പെട്ട വ്യക്തിക്ക് ആഹാരമോ വെള്ളമോ വസ്ത്രമോ വാങ്ങിച്ചു കൊടുക്കുന്നത് അത് ദൈവത്തിലേക്ക് തന്നെയാണ് ചെന്ന് ചേരുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് പ്രപഞ്ചം പറയുന്നത് മറ്റു കാര്യങ്ങളിലൂടെ ഒന്നും നിങ്ങൾക്കത് സാധിക്കില്ല. ഇപ്പൊ വീടിന്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളതേ ഉള്ളൂ. സാമ്പത്തികമാണെങ്കിലും റിലേഷൻ ആണെങ്കിലും ജോലിയാണെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും എന്നുള്ളതാണ്. ഓക്കെ, തീർച്ചയാണ് ഇവിടെ കാണിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അത് പ്രവർത്തിക്കാതിരുന്നാൽ അത് ലേറ്റ് ആയി പോകും. പക്ഷെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമെന്നാണ് കാണുന്നത്. 8 ഓഫ് പെന്റിക്കിളിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, ദ 4 ഓഫ് വാണ്ടിന്റെ എനർജിയാണ്. ഉല്ലാസം സമൃദ്ധിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കടന്നു വരും എന്നുള്ളതാണ്. നിങ്ങൾ നിരാശപ്പെട്ടിയോ അത് നടക്കോ ഇല്ലേ എന്നുള്ള 2 ചിന്തയിൽ ഇരിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതിനെ റിപ്പീറ്റ് ആയിട്ട് പറയുകയോ അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് അത് നിരാശ കൊണ്ട് ഭയം കൊണ്ട് ഇരിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് എനിക്കത് നഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങൾ അതിനെ തിരുത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നമ്മളുടെ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. അല്ലാതെ നഷ്ടപ്പെട്ടു, അത് റിജക്ട് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം എനിക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞ് ആ സങ്കടത്തിലേക്ക് നോക്കിയിരിക്കുന്നതിന് പകരം അതിനുണ്ടായ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ കൂടുതൽ തിളക്കമുള്ളതും അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ളതുമാക്കി മാറ്റണം എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് സെലിബ്രേഷൻ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ 2 കാർഡുകാർക്കും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അതിന് രണ്ടുപേരും എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട് എന്നുകൂടി പറയുന്നു. സിമ്പിൾ ആയിട്ട്
കിട്ടുന്ന ഒന്നല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് മാത്രമാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി കമന്റിലൂടെ പറയുക, പ്രപഞ്ചത്തിന് നന്ദി പറയുക, നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് ആത്മബലം നിങ്ങൾക്ക് നൽകാൻ പറയുക. ഓക്കെ, എനിക്ക് ആത്മബലം, നമുക്ക് മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ ഒരു ആത്മബലം ഉണ്ടെങ്കിൽ എന്ത് കാര്യവും നമുക്ക് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ആദ്യ തുക ഒരുപക്ഷെ നിങ്ങൾ കടം വാങ്ങാൻ ചിലവാക്കുന്നുവെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും അഫർമേഷനായി തീരുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നതിൽ 1 രൂപ നിങ്ങൾ സമ്പാദ്യമായിട്ടോ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിക്ക് ഗ്രാറ്റിറ്റ്യൂഡായിട്ടോ മാറ്റിവെക്കുകയാണെങ്കിൽ ആ മാറ്റിവെക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്നു വരും. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് മാത്രമാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ചാരക്കാൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.